സ്പോൺസർ മിസ്റ്റർ നൂഷ സർ, ഷമീർ സർ, മുരളി സർ, ധനേഷ് മാധവൻ സർ, പ്രതീഷ് കാവൽ സർ, എല്ലാവരെയും സ്നേഹത്തോടെ ഈ വിരുന്ന് ഓർക്കുന്നു. അവർക്ക് വേണ്ടി നിറഞ്ഞ പ്രാർത്ഥനകൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെ പരിചയപ്പെടുത്തിൻ്റെ പേര് സലീം ചാലിയം. കോഴിക്കോട് പൂവാട്ടുപറമ്പാണ് എൻ്റെ പുതിയ വീട്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. ഏകദേശം 17 വർഷമായിട്ട് പ്രവാസിയായ പാവം ഒരു DTC ആണ്. കൈയടിച്ചോ. ക്വാളിഫിക്കേഷനെ കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നു ഒരു അധ്യാപകനാകണമെന്ന്. പഠിച്ച് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് 24ാം വയസ്സിൽ പഠിച്ച കോളേജിൽ തന്നെ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. ഫുറോ കോളേജിൽ ലെക്ചർ ആയിരുന്നു. അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഏകദേശം 10-12 ആൾ പങ്കെടുത്ത എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ട് എനിക്ക് കിട്ടി. അന്ന് മുതൽ 2008 മുതൽ ഞാൻ സൗദി ഇന്ത്യൻ എംബസി സ്കൂൾ ഡിപ്പാർട്ട്മെന്റിൽ അറബിക്കിന്റെയും ഇംഗ്ലീഷിന്റെയും ട്രാൻസ്ലേറ്റർ ആയിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാട്ടായിട്ടും പ്രസംഗമായിട്ടും മോട്ടിവേഷൻ ട്രെയിനറായിട്ടൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് MA അറബിക്, MA ഇംഗ്ലീഷ്, MSc സൈക്കോളജി, MSc ക്രിമിനോളജി, MA അഡ്മിനിസ്ട്രേഷൻ, ഇനി MBA ചെയ്യാൻ പോകുന്നു. MBA ചെയ്യുന്നത് മാർക്കറ്റിംഗിലാണ്. നമ്മുടെ മാർക്കറ്റിംഗിലാണ് സാർ പറഞ്ഞ മാർക്കറ്റിംഗിലാണ് എൻ്റെ MBA. അതോടൊപ്പം തന്നെ PhD കൂടി ആഗ്രഹിക്കുന്നു. അത് എന്തിലായിരിക്കും നിങ്ങൾക്ക് അറിയാലോ, ഡയറക്ട് സെല്ലിംഗ്. കാരണം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് എന്നെ ഈ ജോബിലേക്ക്, ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ മാറ്റിമറിച്ചത്. നമുക്ക് അധികം സമയം എടുക്കുന്നില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നൂഷാറെ വീട്ടിൽ പോയി. സാറ് വീട്ടിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവിടെ റാക്കിൽ കണ്ടു. എന്താണെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, ഏതൊരു ഷമീർ സാറെ കൊണ്ട് എന്നെ പറ്റിച്ച് വെച്ചാന്ന് പറഞ്ഞു സാറ്. ഓക്കെ, ഞാൻ എന്താക്കി, ഓരോ ഫസ്റ്റ് എടുത്തു. കഫ്നിൽ മനോഹരമായ ബോട്ടിൽ, നല്ല കാണാൻ ഭംഗിയുണ്ട്. അതിന്റെ അടി മുതൽ മുഴുവൻ വായിച്ചു നോക്കി. അതിന്റെ കമ്പനി എവിടെ, അങ്ങനെ ഓരോ നമുക്ക് കിട്ടുമല്ലോ. അത് ടീച്ചർ ആയതുകൊണ്ട് എല്ലാ കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കും. അത് അടിപൊളി. അത് കവചപ്രാശൻ ഓരോ പ്രൊഡക്റ്റ് നോക്കി. രാത്രി 8 മണി മുതൽ നേരം വെളുക്കുന്നത് വരെ 5 മണി വരെ കമ്പനിയുടെ മൊത്തം ക്രെഡിബിലിറ്റി ഞാൻ ചെക്ക് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് വൺ ഓഫ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. പ്രൊഡക്റ്റ് മാത്രമല്ല, 12 വർഷം കൊണ്ട് ഇന്നേക്ക് 30 പ്രൊഡക്റ്റ് ഇറങ്ങിയെങ്കിൽ 2030 ആവുമ്പോഴേക്കും 1000 പ്രൊഡക്റ്റ് ഇറങ്ങുമെങ്കിൽ വൈ ഐ കാൻ ജോയിൻ ദിസ് ബിസിനസ്. അതാണ് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഇതിന്റെ പേരാണ്, ഇതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് എനിക്കറിയില്ല. പേര് ഇങ്ങനെയാണ്, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. MI മാറ്റി വെക്കാം, മാർക്കറ്റിംഗ് പക്ക ബിസിനസ്. 3ാമത്തെ വീട് എന്താ, ഗ്ലോബൽ. അതെന്നെ ഏകദേശം ഇങ്ങനെ കറക്കി. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബിൽ എവിടെയെല്ലാം സസ്യങ്ങളും മനുഷ്യരുമുണ്ടോ അവിടെയെല്ലാം പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള ലൈസൻസ് ആണ് നമുക്ക് കമ്പനി വെറും സിമ്പിൾ ആയിട്ട് നൽകുന്നത്, അല്ലെ? നോക്ക് നിങ്ങൾ, 17 വർഷം ഞാൻ പ്രവാസ ജീവിതത്തിൽ നിന്നിട്ട് ഓക്കെ കുഴപ്പമില്ലാതെ വിധത്തിൽ സമ്പാദിച്ചു, വീട് വെച്ചു, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 മക്കളാണ്, വൈഫ് ടീച്ചറാണ്. ഒരു 10 വർഷം ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ സമയം 17 വർഷം ഐ ലൈഫ് മൈ സെൽഫ് ആൻഡ് മൈ ഫാമിലി ഓൺലി. ഞാനും എന്റെ കുടുംബം മാത്രമാണ് ജീവിച്ചത്. എന്തുകൊണ്ട് ഐ കാൺട്ട് ഹെൽപ്പ് മൈ സൊസൈറ്റി. എന്റെ സൊസൈറ്റിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ചിന്ത കൂടി എനിക്ക് വന്നു. 2ാമത്തെ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ച് അല്ലെങ്കിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവിടുന്ന് പുറത്തിറങ്ങണം. നീ എത്ര ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല, എത്ര ക്വാളിറ്റി ആയിട്ടും കാര്യമില്ല, 60 തികഞ്ഞോ പുറത്തു പോകണം, പോണ്ടി വരും. പക്ഷേ അതല്ല, ഇത് 3 തലമുറ, അല്ലെ, മകനും, അല്ലെ, അച്ഛനും മകനും പേരക്കുട്ടികൾക്കും 3 തലമുറയെ നോക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് കമ്പനി പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ എന്നുള്ള ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. അങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു, നല്ല റിസൾട്ട്, നല്ല കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഭയങ്കര സന്തോഷമായി. അതിലൊരു സെന്റൻസ് എന്നെ വായിക്കുമ്പോൾ സെന്റൻസ് മനസ്സിലായി, പീപ്പിൾ റയർലി സക്സീഡഡ് അൺലെസ് ദേ ഹാവ് ഫൺ വാട്ട് ദേ ആർ ഡൂയിങ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താത്തവർ വളരെ കുറച്ച് വിജയിക്കാറുള്ളൂ, അല്ലേ? മൈ ലൈഫ്, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അഭിമാനത്തോടു കൂടി പറയുന്ന എത്ര കൈകളുണ്ട്? യെസ്, താങ്ക് യു. നല്ലൊരു കൈകൾ കഴിച്ചേ. എനിക്ക് ആദ്യം പേടിയായിരുന്നു. 2 വർഷം മൂടി വെച്ചു. കാരണം നല്ല പ്രൊഫഷനാണ്, എല്ലാ കാര്യങ്ങളാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്. കാരണം ഇത് കാരണം കൊണ്ട് ഞാൻ എല്ലാം മറച്ചു വെച്ചു. പക്ഷേ ഈയിടെയായിട്ട് എന്റെ സ്റ്റാറ്റസ്, എന്റെ സോഷ്യൽ മീഡിയാസ്, എന്റെ ഫേസ്ബുക്ക്, എന്റെ ഇൻസ്റ്റാഗ്രാം എല്ലാം മൈ ലൈഫ് സ്റ്റൈലാണ്. എല്ലാം കാരണം എന്നറിയോ, അതൊരു പ്രൊമോഷനാണ്. എല്ലാ ക്ലാസ്സും ഞാൻ കഴിഞ്ഞ 20-ാം തീയതി ലാൻഡ് ചെയ്തു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഇന്ന് ചൊവ്വാഴ്ച, 5ാമത്തെ ദിവസമല്ലേ? ഈ ഫുൾ ടൈം, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇത്രയും ദിവസം ഏകദേശം ഒരു 8 ദിവസം ഞാൻ വന്നു. പിന്നെ 8 ദിവസം മൈ ലൈഫിൽ തന്നെയായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തു. മലപ്പുറത്തും കോഴിക്കോടും എടവണ്ണപ്പാറയും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഇവിടെ അതുപോലെ കണ്ണൂരൊക്കെ ഞാൻ പങ്കെടുത്തു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇത് മനസ്സിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ തീരുമാനമാവരുത്. They have their own opinions, but you don't take their opinions as your decisions.
നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കായിരിക്കണം. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എന്താകണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവന്റെ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കണം നമുക്ക് തീരുമാനിക്കണം. ഞാനും എടുത്ത തീരുമാനം 2026 ഏപ്രിൽ 30 ദിവസം എനിക്ക് ദൈവം തരുന്നുവെങ്കിൽ ഞാൻ അവസാനത്തിന്റെ സൈൻ അതായിരിക്കും. ഇത് എന്റെ പ്രൊഫഷൻ. ഏടിച്ചോ, എനിക്ക് 2026 ഏപ്രിൽ 30 ആവുമ്പോൾ എന്റെ അവസാനത്തെ പ്രൊഫഷൻ സൈൻ ഞാൻ ജോയിൻ ചെയ്തിട്ട് May 1 മുതൽ എന്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഐ ആം ഡൈവേർട്ട് ഫ്രം പ്രൊഫഷൻ ടു പാഷൻ. എന്റെ പ്രൊഫഷനിൽ നിന്ന് ഞാൻ പാഷനിലേക്ക് മാറുകയാണ്. അതാണ് എന്റെ ബിസിനസ്. നേരത്തെ പറയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാൻ കാരണം എന്നുള്ളത്. MBA, അതുപോലെ തന്നെ ഡോക്ടറേറ്റ്. കാരണം ഗ്ലോബൽ എന്ന് പറയുമ്പോൾ 2, 3, 4 വർഷം കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, സൗദിക്ക് പുറത്ത് കടക്കും, GCCക്ക് പുറത്തെടുക്കും, മറ്റുള്ള രാജ്യങ്ങൾ കടക്കണ്ടേ, അവിടെ ക്ലാസ് എടുക്കണ്ടേ, അവിടെ ബെല്ലി സാർക്ക് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവില്ലേ? കൂടെ സാർ ഞാനും പോണ്ടേ? കാരണം സാറിന് അറബി അറിയില്ല, സാറില്ല. ആ സാറിന് വേണ്ടിയിട്ട് എനിക്ക് സാറെ കൂടെ പോകാൻ സാധിക്കും. എങ്ങനെ? എക്സ്പ്രസ് സാറ് മലയാളത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ സ്പോട്ടിൽ ഞാൻ അറബി ക്ലാസ് എടുക്കും. എനിക്ക് GTS എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അത്രയും പ്രിപ്പയർഡ് ആണ് ഞാൻ. കാരണം ഞാൻ വന്നിരിക്കുന്നത് വൺ ഓഫ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്, ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 കാര്യങ്ങളാണ് എന്നെ മാറ്റിക്കൊഴിച്ചത്, എന്നെ മാറ്റിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കോ, ജനിക്കുക മരിക്കുക എന്നുള്ള 2 ഡോറിന്റെ ഇടയിലാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫിൽ നമ്മൾ മാറാൻ, ഇഫ് യു ആർ നോട്ട് റെഡി ടു ചേഞ്ച് യുവർ സെൽഫ്, നോ വൺ ക്യാൻ ചേഞ്ച് യു. നിങ്ങൾക്ക് നിങ്ങളോട് മാറാൻ സാധിക്കില്ല എങ്കിൽ ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഞാൻ ഇത് മാറാന്ന് പറയുമ്പോൾ, ഇത് നിർത്താന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് പണി സിനിമ ചെയ്യുന്നത്, 43 വയസ്സായിട്ടുള്ളൂ, ഇനി 17 വർഷം അങ്ങ് ബാക്കിയില്ല, അങ്ങ് പ്രിൻസിപ്പളായിട്ട് ഇറങ്ങിക്കൂടെ, മിനിമം 10 ലക്ഷം കിട്ടൂലെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുബി മുനവർ സാറ് മിനിമം മാസം വാങ്ങിക്കുന്നത് 1 CR above ആണ്, അല്ലേ? നമ്മുടെ ബെല്ലി സാർ എല്ലാ ആഴ്ചയിലും ദൈവാനുഗ്രഹം കൊണ്ട് വാങ്ങിക്കുന്നില്ലേ സീലിംഗ്? ഇതേ ഓപ്പർച്യൂണിറ്റി നമുക്കും ഇല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? നമ്മൾ സാർ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഞാൻ സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി വരുന്നത് അത് കിട്ടാതിരിക്കാൻ വേണ്ടില്ല, അതിനേക്കാൾ മികച്ചത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതെന്നെയല്ലേ പീപ്പിൾ റയർലി സക്സീഡഡ് അൺലെസ് ദേ ഹാവ് ഫൺ വാട്ട് ദേ ആർ ഡൂയിങ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താത്തവർ വളരെ കുറച്ചേ വിജയിക്കാറുള്ളൂ. ഞാനൊരു മൈ ലൈഫ്കാരനാണ്, ഞാനൊരു ബിസിനസ് മാൻ ആണെന്ന് നമ്മുടെ കണ്ണിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. വാ കൊണ്ട് സംസാരിച്ച കാതുകൊണ്ട് കേൾക്കൂ. പ്ലാൻ പറയുമ്പോൾ വാ കൊണ്ട് സംസാരിക്കരുത്, കണ്ണുകൊണ്ട് സംസാരിക്കരുത്, ഹൃദയം കൊണ്ട് സംസാരിക്കണം. അപ്പോൾ ഹൃദയത്തിലേക്ക് പോകും. ശരിയല്ലേ? നമുക്കൊരു വിശ്വാസമില്ല, എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയില്ല, കമ്പനിയുടെ പേരറിയില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ കമ്പനിക്ക് ഒരു പാൻ കാർഡ് ഉണ്ടായിരുന്നു, നമ്പർ അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇപ്പം പറഞ്ഞ ഞാൻ 500 രൂപ എടുത്തു തരും. 10 സെക്കൻഡ്. 1, 2, 3, 4, 5 അല്ലേ? പാൻ കാർഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എവിഡൻസ്. വലിയ ആളുകൾ ചോദിക്കും ചില സമയത്ത്, പോലീസുകാരൊക്കെ പറയും ഇതിന് പാൻ കാർഡ് ഉണ്ടോ? ഉണ്ട്, നമുക്ക് കണ്ടിട്ടില്ല. സർവീസ് നമ്മൾ കണ്ടിട്ടില്ല, എത്ര അച്ചീവ്സ് നമ്മൾ കണ്ടിട്ടില്ല, എത്ര എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ സൈറ്റിൽ കിടക്കുന്നത് ഒന്നും നമുക്ക് കാണാൻ സമയമില്ല. നമ്മൾ മൊത്തം റീലാണ്. റീലിൽ നിന്ന് മാറി റിയലിലേക്ക് മാറുമ്പോഴാണ് നിങ്ങൾ സക്സസ് ആകുന്നത്. അല്ലെ? മാറാൻ സാധിക്കണം. അല്ലെ? ലേൺ ഫസ്റ്റ്. പഠിക്കുക, പിന്നെ സ്വന്തത്തെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒരു ഡൗട്ടും വേണ്ട. ബുധനാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ഇങ്ങം കയറും. നമ്മൾ ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും, സലീം സാർ ഇതിലുണ്ടെങ്കിലും, ഞാൻ ഉണ്ടെങ്കിലും, നിങ്ങളില്ലെങ്കിലും, നാളെ കമ്പനി പുതിയ പ്രൊഡക്റ്റ് നോക്കും, പുതിയ പ്രൊഡക്റ്റ് ഇറക്കും. അല്ലേ? ഇറക്കൂലേ? ആളുകളും കയറി വരും, ലീഡേഴ്സ് വരും. അല്ലേ? ഏകദേശം നിർത്താൻ സമയമായിട്ടുണ്ട്, അധികം സംസാരിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കാണുന്നത് എന്റെ സ്പോൺസർ നൂഷി സാറാണ്. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ, നൂഷി സാർ അദ്ദേഹം പലവട്ടം ഇതിന്ന് പിരിയാൻ തീരുമാനിച്ചു. ഞാൻ ഖത്തറിലേക്ക് വീണ്ടും പോയി. ഞാൻ എന്നെ സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക് പോയിട്ട്, നൂഷി സാറേ, സാറ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ അത് ചെയ്യും. കാരണം ഞാൻ സാറെ കണ്ടിട്ടല്ല ഇതിലേക്ക് ജോയിൻ ചെയ്തത്. I know the future of this great business. ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ പറയില്ലേ, ഇത്രയും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പേപ്പറിലാണ്, അതൊക്കെ പേപ്പർ മാത്രമാണ്. പക്ഷെ അതൊന്നുമല്ല, ആരാണ് നന്നായിട്ട് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞത്, ആ പാട്ടുപടിയിൽ പറഞ്ഞ നമുക്ക് സമ്പത്ത്, അല്ലെ, ആരോഗ്യം വിതച്ച് സമ്പത്ത് നിറച്ച് സ്വാതന്ത്ര്യം പെയ്തിറങ്ങി ആഗ്രഹങ്ങൾ പൂവണിയാൻ. നല്ല ആഗ്രഹമില്ലേ നമുക്ക് നല്ലൊരു വീട് വെക്കാൻ? നല്ല ആഗ്രഹമില്ല നമുക്കൊക്കെ നല്ല ഹൈ ലെവലിൽ എത്താൻ? എന്റെ ആഗ്രഹത്തിൽ എന്തൊക്കെയെന്നറിയോ? ഒന്നാമത്തെ ആഗ്രഹം, മിനിമം 100 രാജ്യം കറങ്ങണം. കേട്ടിച്ചോ? എനിക്കൊരു മോട്ടിവേഷൻ. 100 രാജ്യം. എത്ര രാജ്യം കണ്ട് നിങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ആലോചിച്ചോ? കിട്ടും, നമുക്ക് കാണാൻ പറ്റും. ഞാൻ 8 രാജ്യങ്ങൾ കറങ്ങി, ഇനിയും ബാക്കി കിടക്കുകയാണ്.
പിന്നെ എൻ്റെ 2019 നിർഭാഗ്യവശാൽ എൻ്റെ ഭാര്യ മരിച്ചുപോയി. അവൾക്ക് 33 വയസ്സ്, എനിക്ക് 37 വയസ്സ്. അവളുടെ ഓർമ്മക്കായി തലങ്ങും വിലങ്ങും ഒക്കെ റോഡുകളും വീടുകളും ഒക്കെ വേണം. ആളുകൾക്ക് സോഷ്യൽ വർക്ക് ചെയ്യണം അല്ലെ. എൻ്റെ വൈഫിന്റെ ഓർമ്മക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് 1 മാസത്തിൽ 4 സീലിംഗ് അടിച്ചാൽ ഒരു സീലിംഗ് മാറ്റി വെച്ചാൽ പോരെ. 10 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ നമ്മൾ കൊടുക്കുള്ളൂ. 10 രൂപ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ 1 രൂപ നമ്മൾ സംഭാവന ചെയ്യൂ. ഉണ്ടാകാൻ അവസരം കമ്പനി നൽകുന്നുണ്ട്. ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ മിനിമം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് മടിയാ. എന്റെ 40 കിലോ ഞാൻ കൊണ്ടുപോകാറുള്ളത് എങ്ങോട്ട്? സൗദിയിലേക്ക്. എന്നിട്ട് കൊടുക്കും ഞാൻ പ്രൊഡക്റ്റ്. പൈൽസിന് പിടിച്ചോ അല്ല. അപ്പം പറയും സാറേ ബാത്റൂമിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ബാത്റൂമിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താ? അവന്റെ ഒരു പ്രയാസം മാറി. ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോ അവന്റെ മനസ്സിൽ എന്റെ മുഖം തെളിയുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്റെ മുഖം തെളിയുന്നുവെങ്കിൽ ഐ ആം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മൾ വരണം. അത് വളരെ കുറച്ചല്ലേ. ടു ലവ്, നമുക്ക് സ്നേഹിക്കാം. ടു ബി ലവ്, നമ്മളെ സ്നേഹിക്കണം. എനിക്ക് ഒരുപാട് ആളെ സ്നേഹിക്കാം. ബെന്നി സാർ ഒരുപാട് ആളെ എനിക്ക് സ്നേഹിക്കാം. ബട്ട് ഷുഡ് ബി ടു ബി ലവ്. നമ്മളെ സ്നേഹിക്കാൻ പറ്റണം. അതിനെന്ത് വേണം? ഒന്നിൽ പൈസ കൊടുക്കണം. നമ്മൾ അധികം ഇല്ല. പൈസ വാങ്ങിക്കല്ലേ. മീൻ വാങ്ങിക്കൊടുക്കരുത്. മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തോക്കെ അവന്റെ കാലാകാലം നിങ്ങൾ ഓർക്കൂലേ? അതിന്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൊഡക്റ്റ്. ഇനി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് 2 തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഞാൻ ഓൾറെഡി റിസൈൻ കൊടുത്തു. എനിക്ക് മാസം മുമ്പ് കൊടുക്കണം, ഏപ്രിൽ ലാസ്റ്റ്. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ തീരുമാനം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പക്ഷെ തീരുമാനം എടുക്കും, ഞാൻ എടുക്കും അല്ലേ. അതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ ആ ശമ്പളം മാറ്റി ഒഴിവാക്കാൻ എനിക്ക് ഒരു പേടിയില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ഓർജ് 1 20 കരുത്തരായ ലീഡേഴ്സ്, ഓർജ് 2 20 കരുത്തരായ ലീഡേഴ്സ്. എല്ലാ മാസവും അവരെ വിളിക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ ട്രെയിനിങ് കൊടുക്കുന്നു. നല്ലൊരു ട്രെയിനറാണ് ഞാൻ. ഇംഗ്ലീഷിലും അറബിയിലും മലയാളം സൂപ്പറായി സംസാരിക്കും. ഒരു പേടിയില്ല. ഗൾഫിൽ വരുന്ന എല്ലാ ഇന്റർനാഷണൽ പ്രോഗ്രാമിലും ആങ്കറിംഗ് ഞാനാണ്. എന്റെ 1 മണിക്കൂർ മിനിമം ഇവിടുത്തെ 25,000 റുപ്പീസാണ്. കൈയടിച്ചോ? ഇതൊക്കെ മാറ്റി വെച്ച് വരുന്നത് കാരണം മൈ ലൈഫിൽ അതിനേക്കാളേറെ തരുന്നു. എന്റെ ശബ്ദം ഒന്നിടറിയാൽ എന്റെ സ്കൂൾ ജോബ് പോയി. എന്റെ ശബ്ദം ഒന്നിടറിയാൽ എന്റെ ആങ്കറിംഗ് പോയി. എന്റെ ശബ്ദം ഒന്നും പോയാൽ എന്റെ സംഗീതം നിന്നില്ലേ. പക്ഷേ അല്ലെ, നീണ്ടു കിടന്നാലും ശ്വാസം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ 2:10 എന്നത് വരാൻ ഒരു മടിയില്ല, ഒരു പണിയില്ല. ശരിയാണോ? ഇത് ചിന്തിക്കലേ. ഞാൻ പറയാറുണ്ട്, വിവരം ഡിഫറെന്റ് ആണ്, വിവേകം ഡിഫറെന്റ് ആണ്. മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. സൂപ്പർ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ ആ ലേഡി പറഞ്ഞു സൂപ്പർ പ്രൊഡക്റ്റ്, അടിപൊളി കമ്പനി, നല്ല പ്രോ ട്രാക്കിംഗ്, സെക്കൻഡ് ക്ലാസ് എടുത്ത് ഇതൊക്കെ 1 by 1 ഷീ എക്സ്പ്ലൈൻഡ് us. we know, we understood the details of our company. എല്ലാം നമുക്ക് അറിഞ്ഞു, വിവരം ഉണ്ടായി. പക്ഷെ അതുണ്ടായിട്ട് കാര്യമുണ്ടോ? വിവേകം. രണ്ടാമത്തെ കാര്യം നമുക്ക് വേണം. എന്താണ്? വൈ? എന്തുകൊണ്ട് ഐ കാൺ ഡു ഇറ്റ്? എനിക്കൊന്നും സാധിക്കുന്നില്ല. വൈ ഐ കാൺ അച്ചീവ് ഇറ്റ്? എനിക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ആ വിവേകമാണ് നമുക്കുണ്ടത്. വിവരം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ വിവേകമുള്ളവനെ സക്സസ് ആൻ പറ്റും. ശരിയല്ലേ? ശരിയാണോ? അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുമിച്ച് പഠിച്ച്, എനിക്കറിയാം ഇരിക്കുന്ന ഓരോ ആളുകളും ഇന്ന് സൺഡേ പല പ്രശ്നങ്ങളായിട്ട് മാറി വന്നവരാ. എനിക്കിന്ന് 2 കല്യാണം. ആ 2 കല്യാണം ഇന്ന് രാത്രി പോയിട്ട് വന്നു.